ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഏതൊക്കെ വാർത്തകൾ പുറത്തു വന്നുവെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ബംഗളൂരുവിലെ യേലഹങ്കിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീടുകൾ നൽകില്ല എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വീടുകൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകണം. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. ബുൾഡോസർ രാജ പരാമർശത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ DK ശിവകുമാർ രൂക്ഷമായി വിമർശിച്ചു. ബൈപ്പനഹള്ളിയിലാണ് വീടുകൾ നൽകുക. നേരത്തെ സൗജന്യ പുനരധിവാസം എന്ന തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് തള്ളുകയാണ് മുഖ്യമന്ത്രി. 11,20,000 രൂപയാണ് ഒരു വീടിന്റെ വില. ഇതിൽ 5 ലക്ഷം രൂപ കുടുംബങ്ങൾ നൽകണം. ജനുവരിയിൽ വീടുകൾ നൽകുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബുൾഡോസർ രാജപരാമർശത്തിലൂടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് DK ശിവകുമാർ വിമർശിച്ചു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. കേരള CM is doing politics. His election, he is in a time of losing his election. He is trying to do politics. We doesn't want to involve in. I am requesting him. You should be aware of this. This is a local issue. ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള രാവിലെ 4 മണിക്ക് 100 കണക്കിന് കുടുംബങ്ങളാണ് അവരെ മുഴുവൻ കുടിയിറക്കുന്ന ബുൾഡോസ് ഉപയോഗിച്ച് വീടുകൾ അടിച്ച് തകർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ നിലപാടിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലെന്ന ട്രോളുകൾക്ക് മറുപടിയുമായി A റഹീം MP രംഗത്തെത്തി. ഭാഷാപരമായ പരിമിതികൾ തനിക്കുണ്ട്. തന്റെ ഭാഷയിലെ വ്യാകരണം തിരയുന്നവരോട് വെറുപ്പില്ലെന്നായിരുന്നു പ്രതികരണം. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. A റഹീമിന് പരോക്ഷ പിന്തുണയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. പാവപ്പെട്ടവന്റെ മക്കൾ വായിൽ ഇംഗ്ലീഷ് കറണ്ടിയുമായി അല്ല ജനിക്കുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. 24 ബാംഗ്ലൂർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. യേലഹങ്കയിലെ കുടിയിറക്കപ്പെട്ടവർക്ക് ബൈപ്പനഹള്ളിയിൽ ഫ്ളാറ്റിന് പണം നൽകേണ്ടി വരില്ല എന്ന് കർണാടക സർക്കാർ. ജനറൽ വിഭാഗത്തിന് സബ്സിഡിയായി 8.7 ലക്ഷം രൂപ നൽകും. SC/ST വിഭാഗത്തിന് 9.5 ലക്ഷം സബ്സിഡിയായി നൽകുമെന്നും ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. യേലഹങ്കയിലെ ബുൾഡോസർ രാജ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വ്യക്തത കർണാടക സർക്കാർ വരുത്തിയിരിക്കുന്നത്. ബൈപ്പനഹള്ളിയിൽ ഫ്ളാറ്റിന് പണം നൽകേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന് സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സബ്സിഡിയും ലഭ്യമാക്കും എന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. നേരത്തെ BBMP സബ്സിഡി മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത്. 5 ലക്ഷം രൂപ നൽകും എന്നായിരുന്നു പ്രഖ്യാപനം. അർഹരായവരുടെ പട്ടിക നാളെ തയ്യാറാക്കി തുടങ്ങും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ജനുവരി 1 മുതൽ ഫ്ളാറ്റുകൾ കൈമാറി തുടങ്ങും എന്നുമാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയാണ് ഇപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നത്. മനീഷ് മൂർത്തി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇതിലിപ്പോൾ സർക്കാരുടെ വ്യക്തത വരുത്തുന്നുണ്ട്. ഇതിലിപ്പോൾ സബ്സിഡിയെ 8.7 ലക്ഷം രൂപ ജനറൽ വിഭാഗത്തിന് നൽകും എന്ന് സർക്കാർ പറയുന്നു. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, വലിയ തിരിച്ചടിയാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് 5 ലക്ഷം രൂപ എന്തായാലും, അതായത് അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളും 5 ലക്ഷം രൂപ വൈകിതം നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിലൊരു വ്യക്തത ഇപ്പോൾ സർക്കാർ വരുത്തുന്നു. ജനറൽ വിഭാഗത്തിന് 8,70,000 രൂപ നൽകും. സബ്സിഡിയായി 8,70,000 രൂപ നൽകും. ബാക്കിയുള്ള തുക വായ്പയായി നൽകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പണം അടയ്ക്കാതെ തന്നെ ഈ ഫ്ളാറ്റുകൾ സ്വന്തമാക്കാൻ ഈ പറഞ്ഞ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SC/ST വിഭാഗത്തിനും സമാനമായ രീതിയിൽ 9.5 ലക്ഷം രൂപ വരെ സബ്സിഡിയായി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ എന്തായാലും വരുത്തിയിരുന്നത്. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയും നൽകും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. നേരത്തെ BBMPയുടെ സബ്സിഡി മാത്രമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ പുറമെ ഇപ്പോൾ കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും സബ്സിഡി കൂടി നൽകിക്കൊണ്ടായിരിക്കും. സബ്സിഡിയും അതുപോലെ തന്നെ വായ്പയായും തുക നൽകും എന്നുള്ളതാണ് നിലവിൽ വരുത്തിയിരിക്കുന്ന ഒരു വ്യക്തത എന്ന് പറയുന്നത്. കാരണം അത് വലിയ തോതിലുള്ള, നേരത്തെ പ്രഖ്യാപിച്ചത് 5 ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങളും 5 ലക്ഷം രൂപ വീതം നൽകണം, എന്നെങ്കിൽ മാത്രമേ ഈ ഫ്ളാറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു. അതിലെന്തായാലും ഒരു വ്യക്തത വരുന്നത്. അതിന് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. പ്രവിധ. ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. അതിലൊരു വ്യക്തത ഇപ്പോൾ വരികയാണ്. യേലഹങ്കയിലെ കുടിയിറക്കപ്പെട്ടവർക്ക് ബൈപ്പനഹള്ളിയിൽ ഫ്ളാറ്റിന് പണം നൽകേണ്ടി വരില്ല എന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ജനറൽ വിഭാഗത്തിന് സബ്സിഡിയായി 8.7 ലക്ഷം രൂപയാണ് നൽകുക. SC/ST വിഭാഗത്തിന് 9.5 ലക്ഷം രൂപയും സബ്സിഡിയായി നൽകും.
മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റിൽ റാപ്പർ ബേഡിന്റെ പരിപാടിക്കിടെ തിക്കും തിരക്കും. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മറികടക്കുന്നതിനിടെ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, ഇതിപ്പോൾ ബേഡിന്റെ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നു. ഇത് ഇപ്പോൾ ആദ്യത്തെ സംഭവമല്ല. നിലവിലെ സാഹചര്യം എന്താണ്? ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാനായിട്ടുണ്ടോ? ഒപ്പം ഇപ്പോൾ ഒരു സങ്കട വാർത്ത വരുന്നത് ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു എന്നതുകൂടിയാണല്ലോ. പ്രവിധ സങ്കടകരമായ വാർത്തയാണ്, സങ്കടകരമായ വിവരമാണ്. ഈ ബേക്കൽ ഫെസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നതിനിടെയാണ് യുവാവിന് പരുക്കേറ്റത്. ഗുരുതരമായ പരുക്കുണ്ടായിരുന്നു. ശിവാനന്ദ പൊയ്നാച്ചി സ്വദേശിയാണ്. 19 വയസ്സാണ്. ഈ യുവാവിന്റെ മരണം നിലവിൽ സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിംസ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് എന്നും പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തിയിരുന്നു. രാത്രി 8 മണിക്ക് ശേഷം വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതനുസരിച്ച് 9 മണിക്കാണ് ഈ പരിപാടിയെ ചാർട്ട് ചെയ്തിരുന്നത്. 9 മണിക്ക് 9:30 വേടൻ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ വേടൻ എത്തുമ്പോഴേക്കും അവിടെ ആളുകൾ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 8 മണിക്ക് തന്നെ പോലീസും അതുപോലെ തന്നെ സംഘാടകരും ഒക്കെ ഈ ആളുകളോട് സ്വയം നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആളുകളെ ഈ തിരക്ക്, അനാവശ്യമായ തിരക്ക് ഇവിടെ സൃഷ്ടിക്കരുതെന്നൊക്കെ ആളുകളോട് പറയുന്നൊരു കാര്യമൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും ആൾക്കൂട്ടം അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഈ തിരക്ക് ശക്തമായതോടുകൂടി നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. മരത്തിന് മുകളിലേക്കും അതുപോലെ തന്നെ ഈ ശബ്ദം സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച സ്ഥലത്ത് അതിന് മുകളിലേക്കും ആ സ്റ്റാൻഡിന് മുകളിലേക്കൊക്കെ ആളുകൾ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു. എങ്ങനെ ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. അവരെ ആശുപത്രിയിൽ ഉദുമയിലെയും അതുപോലെ തന്നെ പള്ളിക്കരയിലെയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ യുവാവിനെ ട്രെയിൻ തട്ടിയത്. യുവാവിനെയും ആംബുലൻസിൽ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും യുവാവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വേടന്റെ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പോലീസും സംഘാടകരുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം. ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്ന് ഉറപ്പായും ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നില്ലേ? അപ്പോൾ വേണ്ടത്ര സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നില്ലേ അവിടെ? പ്രവിധ ഈ സ്ഥലം എന്ന് പറയുന്നത് ബേക്കൽ കോട്ടയോട് ചേർന്ന് കിടക്കുന്ന 2 ബീച്ചുകളാണ്. ആ ബീച്ചുകളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഈ BRDCയുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘാടനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ സംഘാടകർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തി. വൈകിട്ട് 5 മണി മുതൽ തന്നെ അവിടെ ഈ പല സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു. ആ പരിപാടികൾ കാണാൻ വന്ന ആളുകളൊക്കെ തന്നെ വേടനെ കാത്ത് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആളുകൾ ഈ തിരക്ക് വർദ്ധിച്ചതോടുകൂടിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത്. ആളുകൾ ഈ പരിക്കേറ്റ ആളുകളെ അപ്പോൾ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിസാരമായ പരിക്കായിരുന്നു ഉണ്ടായത്. പക്ഷേ പിന്നീടാണ് ഈ യുവാവ് ഈ റെയിൽവേ പാളം മറികടക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനിടയിലാണ് യുവാവിനെ ട്രെയിൻ തട്ടിയത്. ട്രെയിൻ തട്ടിയ യുവാവിന്റെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊയ്നാച്ചി സ്വദേശിയാണ്. ശിവാനന്ദ എന്നാണ് യുവാവിന്റെ പേരെന്നും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. പ്രവിധ. ശരി. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ് അരുൺ പാറക്കൽ നൽകിയത്. കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റിന് റാപ്പർ ബേഡിന്റെ പരിപാടിക്കിടെയാണ് വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ള സങ്കട വാർത്ത കൂടി പുറത്തുവരികയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ നേതാവ് കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത പ്രതികരിച്ചു. ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതി കുൽദീപ് സിംഗ് സെൻഗാറിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ മരവിപ്പിക്കുകയും പ്രതിക്ക് ജാമ്യം നൽകുകയും ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. സാധാരണ ഒരു കേസ് പോലെയല്ല, ഇവിടെ സാഹചര്യം ഗുരുതരമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രതിയെ ജയിൽ മോചിതനാക്കാൻ പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. അതിജീവിതയ്ക്ക് പ്രത്യേകമായി കേസ് ഫയൽ ചെയ്യാൻ അവകാശമുണ്ട്. സൗജന്യ നിയമസഹായം ആവശ്യമെങ്കിൽ സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി അത് ഉറപ്പാക്കുമെന്നും സുപ്രീം കോടതി അതിജീവിതയെ അറിയിച്ചു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത. സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേശീയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബ 24നോട്. बिल्कुल उसका स्वागत करते हैं हम लोग कि जो हाई कोर्ट का फैसला है उसे सुप्रीम कोर्ट ने पलट दिया है. കേസിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് തെളിയിക്കപ്പെട്ടതെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് വിചാരണ കോടതി വിധി പറഞ്ഞതെന്നും CBI ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ എതിർത്ത് വാദിച്ചു.
ഉന്നാവ് ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കേസിൽ നീതി ലഭിക്കും വരെ അതിജീവിതയുടെ നിയമ പോരാട്ടം തുടരും. ആർ അച്യുതൻ, 24, ഡൽഹി. ആരവല്ലി പർവ്വതനിരയുടെ നിർവചനത്തിൽ വ്യക്തത വേണമെന്ന് സുപ്രീം കോടതി. മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം സ്റ്റേ ചെയ്തു. പഠനത്തിനായി വിദഗ്ധ സമിതി രൂപീകരിക്കാനും നിർദ്ദേശം. ഖനന മേഖല സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഉത്തരവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സ്വാഗതം ചെയ്തു. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി പർവ്വതനിരകളുടെ ഭാഗമായി കണക്കാക്കുകയുള്ളൂവെന്ന പുതിയ നിർവചനത്തിലാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ. മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ പുതിയ നിർവചനത്തിന് വ്യക്തത വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിനുള്ള മറുപടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകി. പുതിയ നിർവചന പ്രകാരം ഖനന മേഖല കൂടുമോ എന്ന ആശങ്ക വിശദമായി പരിശോധിക്കാൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. മേഖലയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കണം. പുതിയ നിർവചനം സംരക്ഷിത മേഖലയുടെ വ്യാപ്തി കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ടോ എന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ഇത്തരമൊരു പരിമിതമായ നിർവചനം വഴി ഖനനത്തിന് അനുമതി ലഭിക്കാവുന്ന മേഖലകളുടെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി അറിയിച്ചു. പർവ്വതനിരയുടെ സംരക്ഷണത്തിനായി എന്തു നടപടി സ്വീകരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് സുപ്രീം കോടതി ഇടപെടലിന് പിന്നാലെ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പ്രതികരിച്ചു. ആരവല്ലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പുതിയ നിർവചനത്തെ ചൊല്ലി പ്രതിഷേധം ശക്തമായതോടെ സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിലാണ് നിർണായക ഇടപെടൽ. ആർ അച്യുതൻ, 24, ഡൽഹി. രാജ്യത്ത് 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലാണ് അനുമതി നൽകിയത്. 3 സേനാ വിഭാഗങ്ങളുടെയും നവീകരണം ലക്ഷ്യമിട്ടാണ് നടപടി. ആർട്ടിലറി റെജിമെന്റുകൾക്കുള്ള ലോയിറ്റർ മുനിഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം, ഇന്ത്യൻ കരസേനയ്ക്കായുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റഗ്രേഷൻ സിസ്റ്റം MK2 എന്നിവ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ലോയിറ്റർ മുനിഷൻ. ശത്രുവിന്റെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾക്ക് കഴിയും. ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റഡാറുകൾ ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത്. ദീർഘദൂര ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന് കഴിയും. ഇവ കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബൊള്ളാഡ് പുൾ ടഗുകൾ, ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോകൾ, മാൻപാക്ക് എന്നിവ വാങ്ങുന്നതിനും ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റം പാട്ടത്തിനെടുക്കുന്നതിനുമാണ് DAC അനുമതി നൽകിയത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം, ആസ്ട്ര MK സെക്കൻഡ് മിസൈലുകൾ, ഫുൾ മിഷൻ സിമുലേറ്റർ, സ്പൈസ് 1000 ലോങ് റേഞ്ച് ഗൈഡൻസ് കിറ്റുകൾ തുടങ്ങിയവ വാങ്ങുന്നതിനും അംഗീകാരം ലഭിച്ചു. 24, ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വിഗ്രഹക്കടത്ത് നടന്നിട്ടുണ്ട് എന്ന് വ്യവസായി തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 24നോട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏത് ഏജൻസി വന്നാലും LDFന് ഭയമില്ല എന്നായിരുന്നു M സ്വരാജിന്റെ പ്രതികരണം. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടലുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വ്യവസായി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് അന്വേഷണം ദുർബലപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം. SIT അന്വേഷണം നല്ല രീതിയിലാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ളതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം. ഇതിന്റെ പിന്നിൽ വലിയ മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ പ്രവർത്തനം കണ്ടെത്തണം. ഈ കേസ് CBI കോടതിയുടെ നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം. ശബരിമലയെ സംബന്ധിച്ച് CPIMന് തെറ്റുപറ്റിയിട്ടില്ലെന്നും ലോകത്തിലെ ഏത് അന്വേഷണ ഏജൻസി വന്നാലും എതിരല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും M സ്വരാജ്. ലോകത്തിലെ ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ്
എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത്. അന്വേഷണത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സർക്കാരിന് നേരത്തെ അറിയാവുന്നതാണ്. എല്ലാ പ്രതികളും കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് മൊഴി നൽകിയിട്ടും ആ വഴിയിൽ അന്വേഷണം നീങ്ങിയില്ലെന്നും K. സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ എന്തുകൊണ്ട് അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? പിന്നെ പ്രശാന്തിലേക്കോ കടകംപള്ളിയിലേക്കോ കടന്നാൽ എന്ത് നിറംമാറ്റമായിരിക്കും ഭരണം കയ്യിൽ തന്നെയുള്ള CPM ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. ആരാധനാലയങ്ങളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കമ്മീഷനെ വെക്കണമെന്ന് സാംസ്കാരിക പ്രവർത്തകൻ MN കാരശ്ശേരി പറഞ്ഞു. മുസ്ലിം ദേവാലയങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യൻ ദേവാലയങ്ങളെ സംബന്ധിച്ചും ഹിന്ദു ദേവാലയങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി അന്വേഷിക്കുന്ന, അതിന് ഉത്തരവാദിത്തമുള്ള, കഴിയുന്ന വേഗം അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കമ്മീഷനെ കേരള ഗവൺമെന്റ് നിയമിക്കണം. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ റിമാൻഡിൽ. ജനുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. A. പത്മകുമാറിന് ഒപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് തമിഴ്നാട് സ്വദേശി D. മണി പറഞ്ഞുവെന്ന് വിദേശ വ്യവസായി മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി KP ശങ്കരദാസിലേക്കും N. വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ വിമർശിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നായിരുന്നു A. പത്മകുമാറിന്റെ മൊഴി. ഇതോടെ അറസ്റ്റ് ഉറപ്പിച്ച N. വിജയകുമാർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിജയകുമാർ കീഴടങ്ങിയതോടെ SIT അറസ്റ്റ് രേഖപ്പെടുത്തി. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് കീഴടങ്ങാൻ നിർദ്ദേശിച്ചുവെന്നാണ് വിജയകുമാർ പറഞ്ഞത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും വിജയകുമാർ. കീഴടങ്ങിയതിന് പിന്നാലെ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ പിൻവലിച്ചു. D. മണിയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ വിശദമായ മൊഴി. പുരാവസ്തുക്കളിൽ താൽപര്യമുള്ളതിനാൽ ഡിണ്ടിക്കലിലെ D. മണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടത്. വിലപേശലിലുള്ള തർക്കം മൂലം അമൂല്യശേഖരം കാണാൻ കഴിഞ്ഞില്ലെന്നും കച്ചവടം നടന്നില്ലെന്നുമാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. D. മണിയുടെ D ഡയമണ്ട് അല്ലെന്നും ദാവൂദ് മണിയാണെന്നും ലോഹ കച്ചവടക്കാർക്കിടയിൽ മണി അറിയപ്പെടുന്നത് അങ്ങനെയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. D. മണിയെ SIT നാളെ ചോദ്യം ചെയ്യും. മറ്റു 3 പേരുടെ വിലാസത്തിലാണ് മണി ഫോൺ നമ്പറുകൾ എടുത്തിട്ടുള്ളത്. ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്കായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SIT കസ്റ്റഡി അപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയോടും കുട്ടിയോടും ക്രൂരത. ഭർത്താവും കുടുംബവും വീട്ടിൽ കയറ്റാത്തതിനാൽ 4 ദിവസമായി വീട്ടുവരാന്തയിലാണ് ഇവർ കഴിയുന്നത്. ബന്ധം പിരിഞ്ഞതാണെന്നും ഇവരെ കുടുംബത്തിന്റെ ഭാഗമാക്കാനാകില്ല എന്നുമാണ് ഭർതൃവീട്ടുകാരുടെ നിലപാട്. മലപ്പുറം ചേളാരി സ്വദേശി ഹസീനയും 9 വയസ്സുകാരനായ മകനും 4 ദിവസമായി ഇങ്ങനെയാണ് കഴിയുന്നത്. ഭർത്താവ് മണ്ണാർക്കൽ പറമ്പ് മുഹമ്മദ് ഫാസിലും കുടുംബവും വീട് പൂട്ടിപ്പോയി. ഇതോടെയാണ് കൊടും തണുപ്പുള്ള രാത്രിയിലും ഇങ്ങനെ കഴിയേണ്ടി വന്നത്. രാത്രിയാകുമ്പോൾ ഇവർ കണ്ട് വരിക, ഒന്നും തുറന്നു തരുന്നില്ല, ഒന്നുമില്ല, ഞങ്ങൾ തീർത്തതാണെന്ന് മാത്രം പറയും. ഒഴിവാക്കിയതാണ് പറയും. എന്താ കാരണം എന്ന് അവർ പറയണില്ല. എനിക്ക് കോടതി ഓർഡർ മേലാണ് ഞാൻ വന്നത് ഇവരെ കൂടെ ജീവിക്കാൻ. ഇവരതിനും സമ്മതിക്കണില്ല. ഇവരിപ്പോൾ ഒളിച്ച് നിൽക്കുകയാണ്. 2015 ഫാസിലുമായുള്ള ഹസീനയുടെ വിവാഹം. 3 വർഷത്തിനു ശേഷം കുടുംബത്തിൽ പ്രശ്നങ്ങളായി. നാട്ടിലെ പ്രമുഖരും മഹല്ല് കമ്മിറ്റിയും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ബന്ധം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒഴിവാക്കി എന്താ എന്നുള്ളത് ഞങ്ങൾ ഉപ്പക്കും 2 ആങ്ങളാരുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഒരു ഒഴിവാക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാണ്, രജിസ്റ്റർ ചെയ്തതാണ്. ഹസീനയെ തൊലാക്ക് ചൊല്ലിയെന്നും ഇനി ഇവർക്കൊപ്പം ജീവിതം സാധ്യമല്ല എന്നുമാണ് ഫാസിലിന്റെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മഹലിലേക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും നിയമപരമായി മുന്നോട്ടു പോവുകയാണ് എന്നും ഫാസിൽ പ്രതികരിച്ചു. 24 കോഴിക്കോട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നൊരു വാർത്ത വരികയാണ്. മുംബൈയിലെ ഭാണ്ഡൂപ്പിൽ ബസ് അപകടം, 4 പേർ മരിച്ചു, നിരവധി പേർക്ക് പരുക്കേറ്റു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്? 4 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? രാത്രി ഏതാണ്ട് 10 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഭാണ്ഡു വെസ്റ്റിലെ സ്റ്റേഷൻ റോഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സ്റ്റേഷൻ റോഡ് എന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് മുംബൈ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബസ് അത് അപകടമുണ്ടാക്കിയിരിക്കുന്നത്. ബസ് പുറകോട്ടെടുക്കുന്നതിനിടെ
നിയന്ത്രണം വിട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേരിലേക്ക് ബസ് ഇടിച്ച് കയറിയിട്ടുണ്ട്. 4 പേരുടെ മരണം ഇപ്പോൾ DCP സ്ഥിരീകരിച്ച് നൽകുന്നുണ്ട്. 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 9 പേരാണ് ഇപ്പോൾ പരിക്കുകളോടെ ചികിത്സയിലുള്ളത് എന്നതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. രാജേവാടി ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഡ്രൈവറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഈ അപകടം ഉണ്ടായി, എങ്ങനെയാണ് ആളുകൾക്കിടയിലേക്ക് ബസ് ഇങ്ങനെ കയറി വന്നത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. എന്നാലും കുർളയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 9-ാം തീയതി സമാനമായ ഒരു അപകടം മുംബൈ കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള ഒരു ബസ് ഉണ്ടാക്കിയിരുന്നു. കൃത്യം 1 വർഷം കഴിയുന്ന വേളയിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ഏതാണ്ട് സമാനമായ രീതിയിൽ ആളുകൾക്കിടയിലേക്ക് ബസ് കയറുകയും അന്ന് 9 പേരുടെ ജീവനായിരുന്നു നഷ്ടപ്പെട്ടത്. ഇന്നിപ്പോൾ 4 പേരുടെ ജീവൻ ഇതിനോടകം തന്നെ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. രാജേവാടി ആശുപത്രിയിലാണ് പരിക്കേറ്റവർ ഇപ്പോൾ ചികിത്സയിലുള്ളത്. പ്രവിത, നിർഭാഗ്യകരമായ സംഭവമാണ്. മുംബൈയിലാണ് ഭാണ്ഡൂപ്പിൽ ബസ് അപകടമുണ്ടായിരിക്കുന്നത്. 4 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രീനാം ചന്ദ്രൻ പങ്കുവച്ചത്. കോട്ടയം മേലാപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുത്തവർ പണം തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പരാതി. വായ്പാ തിരിച്ചടവ് മുടക്കിയതോടെ ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അനധികൃതമായി വായ്പ നൽകിയതായും ആക്ഷേപമുണ്ട്. മുൻ ഭരണസമിതിയുടെ കാലത്തെ കെടുകാര്യസ്ഥതയാണ് ബാങ്കിന് തിരിച്ചടിയായത് എന്നതാണ് പരാതി. മീനച്ചിൽ താലൂക്കിന് കീഴിൽ തലപ്പലം പഞ്ചായത്തിലാണ് മേലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഉള്ളത്. കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബാങ്ക്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വൻകിടക്കാർക്ക് നൽകിയ ലോണുകൾ തിരിച്ചടയ്ക്കാൻ പലരും തയ്യാറാകാത്തത് ബാങ്കിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. നിക്ഷേപം നടത്തിയവർക്ക് തുക തിരികെ ലഭിക്കാത്ത അവസ്ഥ പോലും ഉണ്ടെന്നാണ് ആരോപണം. ആ കിട്ടാനുള്ള അവർക്കെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ 5000 രൂപ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ബാങ്കിൽ. അതും ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ, എല്ലായ്പ്പോഴും ഒന്നും അത് കിട്ടത്തുമില്ല. മുൻ ഭരണസമിതിയാണ് ഇത്രയും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ കൊടുത്തതും അത് റീപേയ്മെൻറ്റ് എടുക്കാതെ, അതായത് ലോൺ തിരിച്ചു പിടിക്കാതെ അല്ലെങ്കിൽ പലിശയോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ മേടിക്കാതെ ഇത് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. വൻതുകകൾ നൽകിയിരിക്കുന്ന പല വായ്പകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ ലോണുകൾ തിരിച്ചു പിടിക്കാൻ മുൻ ഭരണസമിതി നടപടികൾ സ്വീകരിച്ചില്ലെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. വൻ സാമ്പത്തിക മുതലാളിമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് നിരവധി പല പ്രസ്ഥാനങ്ങളുള്ളവരുമുണ്ട്. അവരതിനുശേഷം നിക്ഷേപകനെ വെല്ലുവിളിച്ചുകൊണ്ട് വിവിധ വാഹനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ആഡംബരമായിട്ട് അവർ ജീവിക്കുന്നു. പാവപ്പെട്ട ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാൻ പോലും അല്ലെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് പോലും ഒന്നുമില്ല. കഴിഞ്ഞ ഓഡിറ്റിൽ 9,57 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. മുൻകാലങ്ങളിലെ ഭരണസമിതി ഇതിന് ഈ തിരിച്ചുപിടിക്കാനായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. വൻകിടക്കാർ ആരും ഇതുവരെ പൈസ കാര്യമായിട്ട് തിരിച്ച് തരുന്നില്ല. തിരിച്ചു തരുന്നവരെല്ലാം പാവങ്ങളാണ്. ആ പൈസ കൊണ്ട് നമുക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വായ്പ നൽകിയതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബാങ്കിനെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ വേണമെന്നുമാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. 24 കോട്ടയം. ആലപ്പുഴ ജില്ലയിൽ നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. പക്ഷിപ്പനിയുടെ സാഹചര്യത്തിൽ ചിക്കൻ വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെയാണ് ഹോട്ടൽ ഉടമകളുടെ പ്രതിഷേധം. കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ഇളവ് വേണമെന്ന ഹോട്ടൽ ഉടമകളുടെ ആവശ്യം ജില്ലാ ഭരണകൂടം തള്ളിയിരുന്നു. പക്ഷിപ്പനി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ പക്ഷിപ്പനി കോഴികളിൽ സ്ഥിരീകരിക്കാത്തതിനാൽ ജില്ലയിലെ നിരോധനത്തെ ഹോട്ടൽ ഉടമകൾ എതിർത്തു. ടൂറിസം സീസണിലെ അനാവശ്യ നിരോധനം വ്യവസായത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക. ശീതീകരിച്ച കോഴിയിറച്ചിയെങ്കിലും ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടറെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് നാളെ ഹോട്ടലുകൾ അടച്ച് സമരം ചെയ്യുവാനുള്ള തീരുമാനം. സൂചനാ പണിമുടക്കുന്ന രീതി നാളെ ഒരു ദിവസം പണിമുടക്ക് നടത്തുകയും പൂർണ്ണമായും അടച്ചിട്ട് സമരം ചെയ്യുകയും 31-ാം തീയതി കളക്ടറുടെ ഓർഡർ വീണ്ടും ഇതേ രീതിയിലാണ് വരുന്നതെങ്കിൽ വീണ്ടും ഞങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് വീണ്ടും കടക്കുന്ന രീതിയിലേക്കാണ് എത്തുക. ഹോട്ടൽ രംഗത്തെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മാർഗങ്ങളില്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാതിരിക്കാനാണ് പരിഗണനയെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രഭവ കേന്ദ്രം ഇവിടെ എപി സെന്ററിനകത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുമായിട്ടുള്ള അനുബന്ധ ട്രേഡുകളും കോഴി ഉൾപ്പെടെയുള്ള ട്രേഡുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഈ മാസം 31 വരെ ചിക്കൻ നിരോധനം തുടരും. ജനുവരി 1 ചേരുന്ന അവലോകന യോഗത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകും. 24 ആലപ്പുഴ. ലേറ്റ് എഡിഷന്റെ സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.